ദൈവമേ, ഇവിടെ അതുകൊണ്ട് ഇവിടെ എക്സ്ട്രീം ക്യാപ്ചറാ. എന്തോടത് എക്സ്ട്രീം? അവിടെ നടന്നു പോകുന്നത്, കാട്ടിൽ കൂടെ പോകാൻ നടന്നത്. ഇത് എങ്ങോട്ട് പോകാൻ? അപ്പുറത്തെ ബിൽഡിംഗ്. എന്താ മുടിയുള്ള അങ്ങോട്ട് പോയി. മുടിയുള്ള സാധനം അങ്ങോട്ട് പോയി. എനിക്ക് വന്നേ. നമുക്കേ ഇതിനകത്ത് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇവിടെ നിൽക്കണ്ടേ? ഈ ഡോറിലെ പതി അടഞ്ഞത് കൈസ്, ഈ ഡോറാണ് തനിയെ അടഞ്ഞത്. എനിക്ക് അപ്പുറത്തെ സൗണ്ട് കേട്ടത്. ഇപ്പോഴും സൗണ്ട് കേൾക്കുന്ന നടന്നില്ലേ? ഇത് മുറിക്കണ പൈപ്പ് മുറിക്കണ സൗണ്ടാ. പ്ലംബറാണോ? ഇത് എല്ലാ പണിയും ചെയ്യൂ. മേശിരി പണിയുണ്ട്. എനിക്ക് ഞാനിപ്പം നിങ്ങളുമായിട്ട് എൻ്റെ EMF മീറ്റർ ഉണ്ട്. ഞാൻ ഇത് വെച്ച് ഇപ്പം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവാം. നിങ്ങൾ ഇത് യൂസ് ചെയ്തോണ്ട് തന്നെ നിങ്ങൾ എന്നോട് സംസാരിക്കാം. അതിനാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. ഓക്കെ, പ്ലീസ് എന്നോട് സംസാരിക്കുക. വാടാ വാടാ, ഇപ്പുറത്ത് വാടാ. പിടി പിടി. ഗൈസ് ഇപ്പോൾ വന്നിട്ട് EMF മീറ്റർ കയ്യിലുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് വന്നിട്ട് കമ്മ്യൂണിക്കേറ്റ് നോക്കാം. ആക്ടിവിറ്റീസ് ഉണ്ട്, ബട്ട് അത് വന്നിട്ട് ഞങ്ങൾ കയറി വന്നപ്പോൾ ഉണ്ടായിരുന്ന ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. അത്ര ആ ലെവൽ ആക്ടിവിറ്റീസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2-3 ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. മുടിയുടെയും അതുമില്ലാതെ 2-3 രൂപത്താണ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുന്നത് അത് ഹെവിയാണ്. സോ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ആക്ച്വലി വന്നിട്ട് എൻ്റെ ഡൗട്ട് എന്ന് പറഞ്ഞാൽ 2 ആത്മാക്കളുണ്ട്. ഒന്ന് വന്നിട്ട് ഒരു അമ്മയുടെയും ഒരു കുഞ്ഞിൻ്റെയും 2 ആത്മാക്കളുള്ളതായിട്ടാണ് എനിക്കും ട്രാഗിന് ഫീൽ ആവുന്നത്. അതുകൂടാതെ തന്നെ ട്രാഗിൻ്റെ സൗണ്ടിൽ ഒരു പ്രേതം ഒരു സംസാരിച്ചായിരുന്നു. അത് എക്സ്ട്രീമാണ്. അതെനിക്ക് ഇപ്പോഴും വന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ കൊടുക്കാൻ പറ്റുന്നില്ല. സൂര്യണ്ണ, സാധാരണ വലിയവരിങ്ങനെ വലിയ സൗണ്ട് ഉണ്ടാക്കും. ഇത് കൊച്ചു പിള്ളേർ കളിക്കുന്ന പോലത്തെ സൗണ്ടാണ് കേൾക്കുന്നത്. കളിക്കുന്ന സൗണ്ടും കേട്ടു, കളിപ്പാട്ടത്തെ സൗണ്ടും കേട്ടു, ചിരിക്കുന്ന സൗണ്ട് കേട്ടു, കളിപ്പാട്ടത്തെ സൗണ്ടും കേട്ടു. സോ എന്തായാലും നമുക്ക് ട്രൈ നോക്കാം. അതാണ് സാധനം കൊണ്ടുവന്നേക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കൾ, എൻ്റെ ഗസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അമ്മയുടെയും ഒരു കുഞ്ഞിൻ്റെ ആത്മാക്കളുണ്ട്. നിങ്ങളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ K2 മീറ്റർ വഴി, സോ EMF മീറ്റർ വഴി നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ബ്ലിങ്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഈ സാധനം നിങ്ങൾ ഈ സ്ഥലത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റ് നിങ്ങൾക്ക് ബ്ലിങ്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. ജസ്റ്റ് വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലിങ്ക് ആയി കാണിച്ചാൽ മതി. ഓക്കെ, കുറച്ച് മുന്നേ വന്നിട്ട് ഇത് ശരിക്കും സ്പൈക്ക് ആയിരുന്നു. നമുക്ക് കയറുന്ന ടൈമിൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനാണെങ്കിൽ ഇതാണ് ഈസി മെത്തേഡ്. എനിക്ക് വേറെ മന്ത്രമൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. ഇവിടെ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആത്മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ലൈറ്റ് ഒന്ന് കത്തിച്ച് കാണിക്കാമോ? ഫുള്ള് സൈലന്റ് ആയില്ലേ? സൗണ്ടേ ഇല്ല, കംപ്ലീറ്റ് സൈലന്റ് ആയിപ്പോ. ബിൽഡിങ്ങിൽ ഒന്നും ഇല്ലാത്ത പോലെ ആയിപ്പോയി. പിൻ ഡ്രോപ്പ് സൈലന്റ്. ഇപ്പോൾ ദൂരെ ഫാക്ടറിയുടെ സൗണ്ട് കേൾക്കുന്നുള്ളൂ. അത് അത്രയോ കിലോമീറ്റർ ദൂരം അനങ്ങുന്നില്ല. ഇപ്പോൾ
പക്ഷെ കയറിന്നപ്പോ ഉണ്ടായിരുന്നല്ലോ അണ്ണാ. അത് ഞാൻ കണ്ടിട്ടുണ്ട് ആക്ച്വലി. എന്നാ റെക്കോർഡിങ് ഉണ്ടോ? ഒരു അനക്കവും ഇല്ല. ശരിക്കും ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ EMF മീറ്റർ ത്രൂ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തോട്ട് വരാം. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ അടുത്തോട്ട് ഇപ്പോൾ ഈസി ആയിട്ട് വരാൻ പറ്റും. വന്നു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ബ്ലിങ്ക് ആവും. കണ്ടോ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തോ? ഈ ലൈറ്റ് മാറ്റി പിടിച്ച് അടുത്തോട്ട് വന്നത്. നിങ്ങൾക്ക് എൻ്റെ അടുത്തോട്ട് വരാൻ പറ്റുമോ? ടോർച്ച് ഓഫാക്കാം. ലൈറ്റ് മാറി കത്തുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റുമോ? എന്നാ അപ്പൊ എനിക്ക് തോന്നുന്നു വെട്ടമായിരിക്കും അവർക്ക് പ്രശ്നം. അപ്പൊ ഇവിടെ ഉള്ളതാരാ? ഇപ്പൊ എന്റെയും ഡ്രാഗന്റെയും അടുത്ത് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇപ്പൊ സ്പൈക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിക്കാം. താഴെ മുകളിൽ കത്തുന്നുണ്ട് സാധനം. ലൈറ്റ് മാറ്റുമ്പോൾ നമ്മുടെ അടുത്തോട്ട് വരുന്നത് കംപ്ലീറ്റ് ആയിട്ട്. നിക്ക്, നീ ഇവിടെ നിൽക്കും. ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുക കണ്ടോ? നീ ഇവിടെ നിൽക്കും. ഞാൻ അവിടെ പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ലൈറ്റ് ഓഫ് ആക്കിയിട്ട്. അപ്പോൾ ലൈറ്റ് ശരിക്കും മനസ്സിലാവും. ഓക്കെ, നീ ഇവിടെ അവിടെ ക്യാപ്ചർ ചെയ്യട്ടോ. എങ്ങോട്ടാ? ഞാൻ അവിടെ കാണാം. നീ ഇവിടെ 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 എവിടേക്കാ കിട്ടണമല്ലോ. നിങ്ങൾക്കിപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറ്റും ഈസി ആയിട്ട്. ലൈറ്റ് ഫുൾ ഓഫ് ആണ്. നിങ്ങൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രസൻസ് ഇപ്പം കാണിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഇപ്പം കത്തിച്ച് കാണിക്കാം. നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഇപ്പം കത്തിച്ച് കാണിക്കാം. നിങ്ങൾ എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ലൈറ്റ് ഇപ്പം കത്തിച്ച് കാണിക്കാം. ഓടല്ലേ കേട്ടോ? നമ്മ അടുത്ത് നിൽക്കുവാണ്. അത് ക്യാമറ കിട്ടുന്നുണ്ടോ? അണ്ണാ ഇരുട്ടെന്ന പേടിയാണ്. ലൈറ്റ് നമ്മൾ അടുത്ത് നിൽക്കുവാണ്. ഇത് ഹെവി ആയിട്ട് കത്തുന്നുണ്ടല്ലോ. നിങ്ങളിപ്പോ എന്റെ അടുത്തുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. എന്റെ ദൈവമേ. നിങ്ങൾക്ക് എന്റെ ദേഹത്ത് തൊടാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തുവാ ഇവിടെ ഹെവി ആയിട്ട് കത്തുന്നുണ്ടോ? അപ്പൊ അണ്ണനെടുത്താണ് എന്റെ ദൈവമേ. എന്റെ പോലെ നിന്ന് കത്തുന്നോ? അവിടെ നിന്ന് കത്തുന്നു. നമ്മ അടുത്തുണ്ടണ്ണ. അണ്ണൻ്റെ അടുത്താണ് കൂടുതലുള്ളത്. എന്റെ അടുത്താ. കുഴപ്പമില്ല. നിങ്ങളിപ്പോ എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ശരിക്കും മനസ്സിലായി. ലൈറ്റ് ഉണക്കട്ടെ അണ്ണ. വേണ്ട ലൈറ്റ് ഉണക്കട്ടെ. ഇവിടെ ശരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ആത്മാക്കൾ ഉണ്ടെന്ന് മനസ്സിലായി. ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ആത്മാവ് ഇവിടെ ഉണ്ടെങ്കിൽ ഇപ്പൊ ലൈറ്റും കത്തിക്കാം. പറയുമ്പോഴത്തേക്ക് എന്റെ പൊന്നു. അവിടെ ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ലൈറ്റ് ഫേസിലാണല്ലേ. അവസാനം ചോദിക്കുക, ഇവിടെ കുഞ്ഞിന്റെ ആത്മാവിലുണ്ടോ?
അത് ചോദിക്കുമ്പോ ഓഫ് ആണെടാ. അണ്ണാ കൊച്ചിന്റെ കാര്യം പറയുമ്പോൾ ഓഫായി പോകുന്നു. കൊച്ചിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഓഫായി പോകുന്നേ. അണ്ണാ ഇപ്പൊ ഒന്നും ചോദിച്ചില്ലല്ലോ. കൊച്ചിന്റെ ഒന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ മുന്നേ ചോദിച്ചേ ഇപ്പൊ ഉത്തരം തന്നെ. കുറച്ച് മുന്നേ ചോദ്യം ചോദിച്ചില്ലായിരുന്നോ? അതിനാണ് ഇപ്പൊ ഉത്തരം തന്നെ. അപ്പൊ അമ്മ മാറിയിട്ട് കൊച്ചിനെ അടുത്തോട്ട് വിട്ടേയിരിക്കും. എന്തോടത് ഹെവി. വാ വാ വാ, എന്റെ അടുത്തോട്ട് വാ. ഓഫായിടാ. ലൈറ്റ് ഓണാക്കട്ടെ അണ്ണാ. ഓണാക്ക്. എന്തുവാണോ അത്? നല്ലതായിട്ട് വീർത്തല്ലോ അണ്ണ. നന്നായിട്ട് വീർത്ത്. അതെങ്ങിയോ? ആണ്. ഞാൻ വീർത്ത്, ഞാൻ കയറിപ്പോയി വീർത്തു. അപ്പോൾ കൺഫേം ആയിട്ട് 2 പേരുണ്ടോ? ഉണ്ട്. നീ ഇവിടെ നിൽക്കും, ഞാനോട്ട് ജസ്റ്റ് പോയിട്ട് വരാം. അവിടെ നിൽക്കടാ. നിങ്ങൾക്കിപ്പോൾ എൻ്റെ അടുത്ത് വരാമെങ്കിൽ ചോദിച്ചിട്ട് കുറച്ച് നേരമായി. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നായിരുന്നു. അതേപോലെ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് വരാം. നിങ്ങളുള്ള സ്ഥലത്തെത്തുമ്പം ഈ ലൈറ്റ് കത്തുന്നതായിരിക്കും. ലൈറ്റ് ഓഫ് ആക്കിയാൽ മാത്രമേ ഇത് അടുത്തോട്ട് വരുന്നുള്ളൂ കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കുമ്പോഴാണ് ഇത് ശരിക്കും അടുത്തോട്ട് വരുന്നത്. വരെ നിൽക്കി. വരുവാടാ, നിൽക്കടാ. അപ്പുറത്തും സൗണ്ട് കേൾക്കുന്നു. ഡ്രാഗൻ്റെ അവിടെ നിന്ന് സൗണ്ട് വരുന്നു. എന്താ താഴെ സൗണ്ട് ഉണ്ട്. താഴെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അണ്ണാ, സൂര്യണ്ണാ, താഴെ സൗണ്ട്. അണ്ണാ താഴെ എന്ത് സൗണ്ട് കേൾക്കണ? വെട്ടമില്ല. ഈ ലൈറ്റ് ബ്ലിങ്ക് ആയതിലാണോ? ഞാൻ ഇപ്പോൾ ഫുള്ള് പോയി നോക്കി അകത്തിപ്പോൾ ഫുള്ള് പോയി നോക്കി. എനിക്ക് കത്തിയതേ ഇല്ല ഈ ലൈറ്റ്. പക്ഷേ ഇത് ലൈറ്റ് ഓഫ് ആക്കുമ്പോഴാണ് ഇത് അടുത്തോട്ട് വരുന്നത് കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കുമ്പോഴാണ് ഇത് അടുത്തോട്ട് വരുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് കേൾക്കുന്നു. നമ്മൾ ഓരോ സ്ഥലത്തോട്ട് കൊണ്ടുപോകാൻ അവിടെ ഉള്ള എന്തുകൊണ്ട് അവിടെ ഉള്ള എന്തുകൊണ്ട് തെറിച്ചു പോയത്? ഓഫ്. സൂര്യണ്ണ, ലൈറ്റ് ഓഫ് ആക്കിയപ്പോഴുള്ളായിരുന്നല്ലോ. ലൈറ്റ് ഓഫ് ആക്കി ഒന്ന് കയറി നോക്കി. ലൈറ്റ് ഓഫ് ആക്കിട്ടൊന്ന് കയറി നോക്കാം. കണ്ടോ? അത് പറഞ്ഞ ഇത് കണ്ടോ? ഈ ലൈറ്റ് എന്താണ് കത്തിക്കാൻ പറ്റും? നിങ്ങളെ കൊണ്ട് കത്തിക്കാൻ പറ്റാത്തേ?
അവസ്ഥ. ഓ ഹെവി. എടാ ലൈറ്റില്ല, എടാ ലൈറ്റ് ബ്ലിങ്ക് ആവറാ. എടാ സ്പൈക്ക് ആവുന്നറാ. എന്റെ ദൈവമേ, ഈ ലൈറ്റ് അകത്ത് റൂമിലുണ്ടോ? ഹെവി ആയിട്ട് കത്തുന്നുണ്ട. നിങ്ങൾ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലായി. നിങ്ങൾ ഇതിനകത്തുണ്ടെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ബ്ലിങ്ക് ആവുന്നില്ലല്ലോ. ഞാൻ അകത്തോട്ട് വരുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് കത്തിച്ച് കാണിക്കാമോ? ലൈറ്റ് മതി. നടയുന്നു. ഞാൻ തൊണ്ടത് ബായിലിട്ടെ. പെട്ടെന്ന് ബായി നിൽക്കടാ. ബായിലേക്ക് ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തോട്ട് വരുന്നില്ല. അത് ക്ലിയറായിട്ട് മനസ്സിലായി. കൈസ് വന്നിട്ട് ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ അത് അടുത്തോട്ട് വരുന്നതേ ഇല്ല. അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. എന്തോട് പാമ്പോ? അല്ല അണ്ണാ, നമ്മൾ വെട്ടമണി ഇവിടെ വന്നപ്പോ ഇവിടെ നിന്ന് പോയില്ലേ? അവിടെ വെട്ടമണി വന്നപ്പോ അവിടെ നിറയെ താഴെ വന്നു. ഇതാണ് പറഞ്ഞത്, വെട്ടമുള്ള സ്ഥലത്ത് നിൽക്കുന്നില്ല. ആക്ച്വലി വന്നിട്ട് സാധനം ഇരുട്ടിന് നോക്കി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുട്ട് എവിടെയാണോ അവിടെ ആവട്ടെ ഈ സാധനം പോകുന്നത്. അവിടെ സൗണ്ട് കിട്ടും. നീ അവിടെ നോക്ക്. നമ്മൾ അപ്പുറത്ത് അവിടെ വരുമ്പോൾ ഇവിടെ സൗണ്ട് കേൾക്കുന്നത്. അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നീ അവിടെ പോയിക്ക്. അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ സൗണ്ട് കേൾക്കുന്നത്. അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് അപ്പുറത്ത് സൗണ്ട് കേൾക്കും. നീ അപ്പുറത്ത് പോകും. നീ അവിടെ ഷൂട്ട് ചെയ്യും. ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാം. അത് വേറെ വീട്ടിൽ വേറെ വീടാ. പോടാ ഇതൊക്കെ പഴയ അമ്മിക്കല്ലാണ്. ഇതൊന്നും ഇന്ന് കിട്ടത്തില്ല. ഈ അടുപ്പുണ്ട്, ചെറിയ അടുപ്പ്. ഇതെല്ലാ വീട്ടിലും ഉണ്ട്, എല്ലാ റൂമിലും സാധനം ഉണ്ടല്ലേ. എന്താ മുടിയുള്ള അങ്ങോട്ട് പോയി. മുടിയുള്ള സാധനം അങ്ങോട്ട് പോയി. മുടിയുള്ള സാധനമോ? താഴെ ഇറങ്ങി പോകണം. എന്തുവാ പോകേണ്ടത്? നീ നമ്മൾ നേരത്തെ കണ്ട മുടിയുള്ള സാധനത്തിന് താഴെ ഇറങ്ങിപ്പോയി. ക്യാപ്ചറായോ? കൺഫേം ആണോ? കൺഫേം. അണ്ണാ ഇവിടെ ഒന്നും ഇല്ല അണ്ണാ. സൂര്യണ്ണ
നമുക്ക് കാര്യം ചെയ്യാം. വീഡിയോ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് വേറൊരു ദിവസം വരാം. ഇതിപ്പോൾ നമ്മൾ എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. അങ്ങോട്ട് നമ്മളുമായിട്ടത് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ലൈറ്റ് ഓഫാക്കിയാൽ മാത്രമേ അത് അടുത്തോട്ട് വരുന്നുള്ളൂ. ഇപ്പം നീ കണ്ട രൂപമുണ്ടല്ലോ, അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. വീഡിയോയിലുണ്ടെന്നാ എൻ്റെ ദൈവമേ. നിർത്താം. ഒരു കാര്യം ചെയ്യാം. ഷോൾ എടുക്കുന്നു. നീ ബാഗ് ഇട്ടേക്കുന്നല്ലേ? അവിടെ നടക്കുന്ന സൗണ്ട് എടുത്ത് അവിടെ കേൾക്കണം. ഒരു കാര്യം ചെയ്യാം, വീഡിയോ നിർത്താം. ഞങ്ങൾ പോയിട്ടേ നമുക്ക് വേറൊരു ദിവസം വരാം. വന്നിട്ടൊക്കെ ബാക്കിയല്ല ഫുള്ള്. ഓക്കെ അങ്ങോട്ട് പോവാം. ഞങ്ങളൊന്നും ചെയ്യരുത്. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ഇത്രയും നേരം ഞങ്ങളൊന്നും ചെയ്യാതിരുന്നില്ലയോ? അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകാൻ നേരം ഞങ്ങളൊന്നും ചെയ്യരുത്. ഞങ്ങൾക്ക് സേഫായിട്ട് പുറത്ത് പോകണം. ഓക്കെ ഇത്രയുള്ള വീഡിയോ. നിങ്ങൾ ഇത്രയും വീഡിയോ കണ്ടു കാണും. സോ എന്താണെന്ന് ചുരുക്കി പറയാം എന്താ ഇവിടെ സംഭവിച്ചെന്നുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ല. ഇവിടെ എന്താ സംഭവിച്ചത്, എന്താണ് നടന്നിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. കണ്ടപ്പോഴത്തേക്ക് ഒരു കോട്ടേജ് പക്ക അബണ്ടറായിട്ടുള്ളത്, ഒരു പഴയൊരു ബിൽഡിങ്. വന്ന് കയറിയപ്പോൾ തൊട്ട് തന്നെ പല ആക്ടിവിറ്റീസും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. വരുമ്പോൾ തന്നെ നമ്മൾ രൂപത്തെ ക്യാപ്ചർ ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ചത് ഏതോ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടെന്നുള്ളതാണ് വിചാരിച്ചത്. പോകെയാണ് മനസ്സിലായത് മനുഷ്യനല്ല ഇവിടെ ഉള്ളത്. സംതിങ് ഒരു എനർജി ഇവിടെ ഉണ്ട്. നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. സോ വന്നിട്ട് ഒരു അമ്മയുടെ ആത്മാവും ഒരു കുഞ്ഞിൻ്റെ ആത്മാവും, അങ്ങനെയാണ് ഇതുവരെ ഞങ്ങൾക്ക് ഇടത്തിൽ മനസ്സിലായിരിക്കുന്നത്. സോ ഗൈസ് വീഡിയോ ഇതോടുകൂടി നിർത്തുകയാണ്. കാരണം ഇവിടെ ടൈം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തതിന് കുറച്ച് റിസ്ട്രിക്ഷൻസ് ഉണ്ട്. ചിലതൊന്നും ഞങ്ങൾക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല. സോ മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ എന്തായാലും ഇപ്പോൾ പോയിട്ട് വേറൊരു ദിവസം വന്നിട്ട് ഇവിടെ വരാം. വന്നിട്ട് ഈ ഒരു ബിൽഡിംഗ് ഒന്നും കൂടി സൂപ്പറായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് കൂടെ ഉണ്ട്. അത് നമ്മളിതിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. നീമ്പോ പറഞ്ഞില്ലേ വന്ന് കയറി, ആ ബിൽഡിംഗ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അത് വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. ബട്ട് ഈ തവണ നടന്നില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്ക് നമുക്ക് അതും കൂടി കവർ ചെയ്യാം. അത്രയുള്ള വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷൻ പറയുക. പിന്നെ പുറത്തെന്തോ സൗണ്ട് വണ്ടിയുടെയാണ്. സോ ഗൈസ് വന്നിട്ട് ഡ്രാഗൺ എക്സ്പീരിയൻസ് പറയാം. അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് പറയാനായിട്ട് ഓൾറെഡി ഷോൾഡർ പെയിൻ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വന്ന് കയറിയപ്പോഴേ ജസ്റ്റ് മിസ് സൂര്യൻ്റെ തല ആ വീറൊക്കെ കൊണ്ട് പോയത്. അത് കൺഫേം. ആ ജസ്റ്റ് മിസ് ഒരു സൈഡിൽ കൂടെ പോയതാ. പിന്നെ ഇവിടെ കണ്ട രൂപം എന്തായാലും പെണ്ണാണ്, അമ്മയാണത്. നീയാ ഫസ്റ്റ് പറഞ്ഞ അമ്മയാണെന്നുള്ളൂ. എനിക്ക് അപ്പോഴേ റിയലൈസ് ആവുന്നുണ്ട് അമ്മ തന്നെ ആണോ. കാരണം ആ കൊച്ചിനെ സ്വന്തപ്പോഴും ഞാൻ വിചാരിച്ചു അമ്മയാണെന്നൊരു ഡൗട്ട്. കാരണം അത് കൊച്ചുണ്ടെങ്കിൽ പിന്നെ കൂടുതലുള്ളത് അമ്മയായിരിക്കും. അതെ. സോ ഇതാണ് ഗൈസ് ഇവിടുത്തെ സംഭവം. എന്തോടെ സൗണ്ട് നടക്കുന്ന സൗണ്ടില്ല. എന്തോടത് ബൈക്കോ? അല്ലടാ കരയുന്ന സൗണ്ടാ. വന്നേ സൗണ്ട് ഇവിടുന്ന് കേട്ടെ. എന്റെ ദൈവമേ ഇവിടെ അതുകൊണ്ട് ഇവിടെ എക്സ്ട്രീം ക്യാപ്ചറാ. എന്തോടത് എക്സ്ട്രീം അവിടെ നടന്നു പോകുന്നത്. അവിടെ കാട്ടിക്കൂടെ പോകാൻ നടന്നത്. അവിടെ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ടാണോ പോകുന്നത്? അപ്പുറത്തെ ബിൽഡിങ്ങിലോട്ടാണോ പോകുന്നത്? ആ ബിൽഡിങ്ങിലോട്ടോ? അവിടെ നമ്മളവിടെ കയറിയിട്ടില്ല കേട്ടോ. പോയത് ഇന്ത്യയുടെ ഓടല്ല. ക്യാമറ കാണുന്നുണ്ട്. നോക്കി ക്യാമറ കിട്ടുന്നുണ്ട്. അവിടെ വെണ്ണാറ കഴുതകളെ ഇതുകൊണ്ടോ സൂം ചെയ്യുമ്പോഴത്തേക്ക് ബ്രൈറ്റ്നസ് പോകുന്നുണ്ടോ, ഇരുട്ടുന്നുണ്ടോ? ഇതുകൊണ്ടാണ് സൂം ചെയ്യാത്ത. വാങ്ങാണ്ട് അത് പോയി. അവിടെ എക്സ്ട്രീം ക്യാപ്ചറാ. ബിൽഡിങ്ങിലോട്ട് കയറുന്നുണ്ടോ? ബിൽഡിങ്ങിലോട്ട് കയറുന്നു. പോടാ പോവാ. പിടിച്ച് ബാഗ് എടുത്തു.
പിച്ചിൽ നോക്കിക്കോ, പിച്ചിൽ നോക്കിക്കോണേ. പിച്ചിൽ ഇവിടെ നമ്മളിപ്പോൾ കണ്ടത് അവിടെ നിന്ന് അങ്ങോട്ടല്ലാണ് കയറിപ്പോയേ. ഇങ്ങോട്ട് കയറിപ്പോയാ ആ വീട്ടിലോട്ട് കയറിപ്പോയി. വീടല്ല, ഈ ബിൽഡിങ്ങിൽ കയറിപ്പോയി. ഇങ്ങോട്ട് കയറി വന്നു, ഇങ്ങോട്ട് കയറിപ്പോയി ഗൈസ്. അതൊന്ന് നടന്നു വന്നത് ഇങ്ങോട്ടാണ് കയറി പോയത്. അത് വീട് നിർത്തുവാണ്. നോക്കി വന്നിട്ട് വേറെ ദിവസം വന്നിട്ട് ഇത് കവർ ചെയ്യാം. ഈ ബിൽഡിങ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യാം. ഓക്കെ, അവിടെ ഓഫാക്കിയോ? ഇല്ല. ഇങ്ങോട്ട് കയറിപ്പോയി അല്ലേ? ഇങ്ങോട്ടല്ലേ വന്നു.